എല്ലാവർക്കും അമ്മൂസ് അയ്യലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് വിചാരിക്കണേ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് നിരന്നിരിക്കുന്നത്. 2 എഗ് ഉണ്ട്, ഒരു കപ്പ് ഓട്സ്, അത് 80 ഗ്രാം ഓട്സ് ഉണ്ട്. പിന്നെ ഇത് ഓപ്ഷണലാണ് കേട്ടോ. ചുവന്നുള്ളി, കറിവേപ്പില, ക്യാരറ്റ്, പച്ചമുളക്, അത് ഓപ്ഷണലാണ്. പിന്നെ വേണ്ട സാധനങ്ങൾ മിൽക്ക് വേണം, പിന്നെ കുരുമുളക് പൊടി, ജീരകപ്പൊടി, ചീസ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇപ്പം ഞാൻ എന്താ ഓട്സ് ഇതാ അതിലേക്ക് ഇടുന്നു കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു 200 ml മിൽക്കാണ്. അപ്പം ഞാൻ മിൽക്ക് അളന്നെടുക്കട്ടെ. 200 ml മിൽക്ക് ഉണ്ട്. കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നോട്ടെ കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഓട്സ് ഒന്ന് കുതിർന്നു. ഇനി ഒന്ന് രണ്ടാമത്തെ മുട്ട ഒഴിച്ചു. ഓട്സ് ഒരുവിധം കുതിർന്ന പോലെ ആയിട്ടുണ്ട്. അപ്പം ഞാനത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മൾ ചീസ് ശരിക്കും മറ്റേ പനീരുണ്ടെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി. ചീസും ചേർത്തിളക്കി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക്, ജീരകപ്പൊടി, കുരുമുളക് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കുക. പച്ചമുളക് ചേർക്കണം. കുരുമുളക് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്താൽ മതി. ഞാൻ പച്ചമുളകും ചേർക്കുന്നുണ്ട്. അത് പച്ചമുളക് ചേർക്കണമെങ്കിൽ കുരുമുളക് മാത്രം ഇട്ടാൽ മതി. നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് ഇടുക. കുറച്ച് ജീരകപ്പൊടി, ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെക്കാം. നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക. എനിക്ക് വളരെ കുറച്ച് ഉപ്പ് മതി.
അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ. ഞാൻ കുറേശ്ശെ ഇടുന്നുള്ളൂ ഇപ്പോൾ. എന്താ ഒരു സ്പൂൺ ഒലീവ് ഓയിൽ പകരം നമുക്ക് നെയ്യോ ഓയിൽ ഒഴിക്കാം, പക്ഷെ ഒലീവ് ഓയിലാണ് നല്ലത്. ഞാനതിലേക്ക് അങ്ങനെ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി തീയൊന്ന് അല്പം കുറച്ചു, എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. ഇത് വെച്ചിങ്ങനെ, ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഇത് വേണമെന്നില്ലേ. പൊന്തി വന്നിട്ടുണ്ട്, ഇട്ടിട്ടാനായിട്ടുണ്ട്. അപ്പോൾ ഇത് മറിച്ചിടുകയാണ്. ഇനി അടച്ചു വെക്കണ്ട, ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. കുറച്ച് ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് മാറ്റാം. ലോ ഫ്ലെയിമിൽ കത്തിച്ചതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്തിട്ടേക്കാണ്. ഇപ്പോൾ വളരെ ലോ ഫ്ലെയിമായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞിരിക്കുന്നു, ഒരു 5 മിനിറ്റോളമായി. വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതേപോലെ മുറിച്ചിടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് തണുക്കണ വരെ നമ്മൾ തന്നെ കിടന്നോട്ടെ. അതിന് ശേഷം നമുക്കത് മുറിച്ച് ഉപയോഗിക്കാം.
കുറച്ചും കൂടി ഉപ്പ് വേണമെങ്കിൽ ആവാം. ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിഭവം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് എഴുതാൻ മറക്കരുത്. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും സുഖവും സമാധാനവും നിറഞ്ഞ ദിനങ്ങൾ നേർന്നുകൊണ്ട് ഇതുപോലെയുള്ള ചില വിഭവങ്ങളും നാടൻ വിഭവങ്ങളും എല്ലാമായി നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും നമസ്കാരം പറയുന്നു. സസ്നേഹം നിങ്ങളുടെ അമ്മു.